ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ICD 10CMലെ കോഡിംഗ് കൺവെൻഷൻ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഇത് നമ്മുടെ CPC എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Question number 1. What does the NEC abbreviation stand for in the ICD 10CM alphabetic index? Option A, not elsewhere classified. Option B, not otherwise specified. Option C, no entry code. And option D, non-essential condition. So ICD 10CMൽ ആൽഫബറ്റിക് ഇൻഡെക്സിൽ NEC എന്നുള്ള അബ്രീവിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? So the answer is option A, not elsewhere classified. Question number 2. In the ICD 10CM, what is the purpose of the placeholder character X? Option A, to indicate a code that is no longer in use. Option B, to allow for future expansion. Option C, to fill in incomplete codes. Option D, to separate different codes in the same category. സോ ഇൻ ICD 10CMൽ നമുക്ക് എക്സ് എന്നുള്ള ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം ഇൻ കോഡ്സ്. സോ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ എക്സിന് പ്ലേസ് ഹോൾഡർ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. സോ ദി പേർപ്പസ് ഓഫ് പ്ലേസ് ഹോൾഡർ എക്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു ഇൻഡിക്കേറ്റ് എന്താണ് ദാറ്റ് ദ കോഡ് ഇസ് നോ ലോങ്ങർ ഇൻ യൂസ് ആണോ? ഓപ്ഷൻ ബി, ടു അലോ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അതായത് പല കോഡുകളും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. സോ ഇൻ ഫ്യൂച്ചറിൽ ഒരു അപ്രോപ്രിയേറ്റ് കോഡ് ഫൈൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷന് ഒരു എക്സ്പാൻഡഡ് വേർഷൻ വരുമ്പോൾ അതിന് കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാവാം. ഇനി ഓപ്ഷൻ സി, ടു ഫിൽ ഇൻകംപ്ലീറ്റ് കോഡ്സ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കോഡുകളെ ഫില്ല് ചെയ്യാനാണോ? ആൻഡ് ഓപ്ഷൻ ഡി, ടു സെപ്പറേറ്റ് ഡിഫറെൻറ്റ് കോഡ്സ് ഇൻ ദ സെയിം കാറ്റഗറി. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ടു അലോ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആണ്. സോ സർട്ടൻ കൈൻഡ് ഓഫ് കണ്ടീഷൻസിന് നമുക്കറിയാം പല വെറൈറ്റീസ് ഓഫ് കണ്ടീഷൻസ് തന്നെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂമോണിയ തന്നെ കോസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഓർഗാനിസം, അല്ലെങ്കിൽ കോസ്ഡ് ബൈ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, അങ്ങനെ പല കാര്യങ്ങളായിട്ട് വരാം. സോ നമുക്കൊരു കാറ്റഗറി കോഡ് ഉണ്ടാവും. ആ കാറ്റഗറി കോഡിൽ നമുക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് വേണമെന്നുണ്ടാവും. സോ ഇൻ ഓർഡർ ടു അലോ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ നമ്മൾ ഈ ഒരു എക്സ് എന്നുള്ള ക്യാരക്ടർ അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കും. സോ ഇൻ ഫ്യൂച്ചർ അവിടെ ഒരു പുതിയൊരു കോഡ് വരികയാണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടീഷൻ ഫൈൻഡ് ചെയ്ത് അതിനൊരു അപ്രോപ്രിയേറ്റ് കോഡ് വരുമ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ ആ ഒരു കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. Question number 3. What does an excludes one note in the ICD 10CM indicate? ICD 10CMൽ നമുക്ക് എക്സ്ക്ലൂഡ്സ് നോട്ട്സ് ആൻഡ് ഇൻക്ലൂഡ്സ് നോട്ട്സ് കാണാം. അതിൽ തന്നെ എക്സ്ക്ലൂഡ്സ് വൺ നോട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ദ കോഡ് ഇസ് നോട്ട് സ്പെസിഫൈഡ്. ഓപ്ഷൻ ബി, ദ കോഡ് ഷുഡ് നെവർ ബി യൂസ്ഡ് അറ്റ് ദ സെയിം ടൈം ആസ് ദി എക്സ്ക്ലൂഡഡ് കോഡ്. ഓപ്ഷൻ സി, the code can be used together with the excluded code. Option D, the code is for an unspecified condition. So option A പറയുന്നത് കോഡ് സ്പെസിഫൈഡ് അല്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് എക്സ്ക്ലൂഡഡ് കോഡുകളുടെ കൂടെ ദീസ് കോഡ്സ് ക്യാൻ നെവർ ബി കോഡഡ് ആണ്. അതായത് സെയിം ടൈമിൽ എക്സ്ക്ലൂഡ്സിലുള്ള കോഡുകൾ കോഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഓപ്ഷൻ സി, the code can be used together with the excluded code. എക്സ്ക്ലൂഡ്സിൻ്റെ അണ്ടറിലുള്ള കോഡുകളുടെ കൂടെ ഇത് യൂസ് ചെയ്യാം എന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ അൺസ്പെസിഫൈഡ് കണ്ടീഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന്. The answer is option B, the code should never be used at the same time as the excluded code. That is, excludes one represent that two codes can never be coded together, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടില്ല എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നോട്ടാണ് എക്സ്ക്ലൂഡ്സ് വൺ എന്ന് പറയുന്നത്. Question number 4. In the ICD 10CM, what does a C also instruction in the alphabetic index suggest? Option A, it is necessary to consult another main term for the correct code. Option B, additional alphabetic index entries may be useful but are not mandatory.
Option C, the code is incomplete and needs further clarification. Option D, the code provided should be used without further reference. അപ്പോൾ ICD-10CMലെ ആൽഫബറ്റിക് ഇൻഡെക്സിൽ നമ്മൾ സർട്ടൻ കോഡുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടീഷൻസ് ബേസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഒരു ഡിസീസ് കണ്ടീഷനാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അത് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് സി ഓൾസോ എന്നുകൂടി കാണാറുണ്ട്. സോ ഈ ഒരു സി ഓൾസോ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എയിൽ പറയുന്നത് നെസസറി ടു കൺസൾട്ട് അനദർ മെയിൻ ടേം ഫോർ ദി കറക്റ്റ് കോഡ്. അപ്പോൾ വേറൊരു ടേം കൂടി കറക്റ്റ് കോഡിന് വേണ്ടി നോക്കുക എന്ന് പറയുന്നു. ഓപ്ഷൻ ബിയിൽ പറയുന്നത് അഡീഷണൽ ആൽഫബറ്റിക് ഇൻഡെക്സ് എൻട്രീസ് മേ ബി യൂസ്ഫുൾ ബട്ട് ആർ നോട്ട് മാൻഡേറ്ററി. അതായത് വേറെ ടേംസ് നോക്കാം, ബട്ട് അത് മാൻഡേറ്ററി ആയിട്ട് നോക്കണമെന്നില്ല. The code is incomplete and needs further clarification. ഈ കോഡ് ഇൻകംപ്ലീറ്റ് ആണ്, സോ ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, ദ കോഡ് പ്രൊവൈഡഡ് ഷുഡ് ബി യൂസ്ഡ് വിത്തൗട്ട് ഫർദർ റെഫറൻസ്. വേറെ റെഫറൻസ് ഒന്നും ഇല്ലാതെ തന്നെ കോഡ് കൊടുക്കാം എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. Answer is option B. Additional alphabetic index entries may be useful but are not mandatory. അതായത് നമുക്ക് ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മളൊരു സർട്ടൺ ടേം സെർച്ച് ചെയ്ത് വന്നു, അതിൻ്റെ സൈഡിലായിട്ടൊരു കോഡ് അവൈലബിൾ ആയിരിക്കും, സി ഓൾസോ എന്നുകൂടി കൊടുത്തിട്ടുണ്ടാവും. സോ നമുക്ക് എയ്തർ ഈ കോഡ് തന്നെ കൊടുത്താൽ മതി, അതല്ല ഇനി കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ സി ഓൾസോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി പോയി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ മാറും. ഇനി അത് നോക്കിയില്ല എന്ന് വിചാരിച്ചും പ്രശ്നമൊന്നുമില്ല. സി ഓൾസോ, ദർ ഇസ് ഓൾസോ എ ചാൻസ് എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ ഒരു സ്ഥലം കൂടി നോക്കാൻ വേണമെങ്കിൽ എന്നുള്ളത് മാത്രമേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. Question number 5. What does a code first not indicate in ICD-10CM? ICD-10CMലെ കോഡ് ഫസ്റ്റ് എന്നുള്ള നോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ, ദ പ്രൈമറി ഡയഗ്നോസിസ് ഷുഡ് ബി ലിസ്റ്റഡ് ഫസ്റ്റ്. ഓപ്ഷൻ ബി, the etiology of the condition should be sequenced before the manifestation. Option C, the code is incomplete without additional characters. Option D, a supplementary code should be added if necessary. So code first indicate ചെയ്യുന്നത് ഓപ്ഷൻ എയിൽ പറയുന്നത് പ്രൈമറി ഡയഗ്നോസിസിനെ ഷുഡ് ബി കോഡഡ് ഫസ്റ്റ് എന്നാണ്. അതായത് കോഡ് ഫസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോഡായിരിക്കണം നമ്മൾ ഫസ്റ്റായിട്ട് കോഡ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ കണ്ടീഷൻ ആയിരിക്കണം ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത്. ഓപ്ഷൻ ബി, ദ എത്തിയോളജി ഓഫ് ദി കണ്ടീഷൻ ഷുഡ് ബി സീക്വൻസ് ബിഫോർ ദി മാനിഫെസ്റ്റേഷൻ. റീസൺ ആയിരിക്കണം കൊടുക്കുന്നത് ബിഫോർ ദി മാനിഫെസ്റ്റേഷൻസ്. ആൻഡ് ഓപ്ഷൻ സി, ദ കോഡ് ഇസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് അഡീഷണൽ ക്യാരക്ടർ. അഡീഷണൽ ക്യാരക്ടർ ഇല്ലാതെ കോഡ് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, എ സപ്ലിമെൻ്ററി കോഡ് ഷുഡ് ബി ആഡഡ് ഇഫ് നെസസറി. ഒരു സപ്ലിമെൻ്ററി കോഡ് കൂടി ആവശ്യമായിട്ട് വരികയാണെങ്കിൽ കൊടുക്കണം എന്ന് പറയുന്നു. The answer is option B. The etiology of the condition should be sequenced before the manifestation. അതായത് മെയിൻ റീസൺ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഇറ്റ് സെൽഫ് നമ്മൾ ആദ്യം കോഡ് ചെയ്യുക, ദെൻ ഓൺലി മാനിഫെസ്റ്റേഷൻസ് അതായത് സിംറ്റംസ് നമ്മൾ കോഡ് ചെയ്യുക. സോ നമ്മൾ കോഡ് ഫസ്റ്റ് എന്ന് കണ്ടാൽ ദാറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡായിരിക്കണം നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. ആൻഡ് ബാക്കി വരുന്ന മാനിഫെസ്റ്റേഷൻസ് എല്ലാം നമ്മൾ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി കോഡുകളായിട്ടായിരിക്കും കൊടുക്കുക. So next question number 6. Which punctuation mark is used in the ICD-10CM tabular list to indicate that synonyms or explanatory phrases are included? Option A, parenthesis. Option B, colons. Option C, brackets. And option D, commas. So ICD-10CMൽ both in tabular list and alphabetic indexൽ നമുക്ക് certain punctuation marks like parenthesis, colon, brackets, commas ഒക്കെ കാണാൻ പറ്റും. സോ ഇത് ഓരോ കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടാബുലാർ ലിസ്റ്റിൽ സിനോണിംസ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേറ്ററി ഫ്രേസ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പങ്ക്ച്വേഷൻ മാർക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, ബ്രാക്കറ്റ്സ് ആണ്. നമുക്ക് ഒരു സർട്ടൺ ടേമിൻ്റെ സിനോണിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി ഫ്രേസ് ആണ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് ബ്രാക്കറ്റിലായിരിക്കും ആ ഒരു ടേം കൊടുത്തിട്ടുണ്ടാവുക. സോ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതെല്ലാം ഏതർ സിനോണിം അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ഫ്രേസസ് ഓഫ് ദി ഫസ്റ്റ് വേർഡ് ആയിരിക്കും. Question number 7. What does the term default code refer to in the ICD-10CM?
So option A, the code that should be used when no other code is applicable. Option B, the most common code associated with the main term. Option C, a code that requires further specification. Option D, a code that is only used as a last resort. സോ ഡിഫോൾട്ട് കോഡ് എന്നുള്ള ടേം ICD 10CM റെഫർ ചെയ്യുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ കോഡ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് വെൻ നോ അതർ കോഡ് ഇസ് ആപ്ലിക്കബിൾ, അതായത് വേറെ കോഡുകളൊന്നും ആപ്ലിക്കബിൾ അല്ലാത്തപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡിനെ ഡിഫോൾട്ട് കോഡ് എന്ന് പറയും എന്നാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി, ദ മോസ്റ്റ് കോമൺ കോഡ് അസോസിയേറ്റഡ് വിത്ത് എ മെയിൻ ടേം, ഒരു മെയിൻ ടേമിൻ്റെ ഏറ്റവും കോമൺ കോഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഡിഫോൾട്ട് കോഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, എ കോഡ് ദാറ്റ് റിക്വയർസ് ഫർദർ സ്പെസിഫിക്കേഷൻ, ഒരു കോഡിൽ ഫർദർ സ്പെസിഫിക്കേഷൻ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഡിഫോൾട്ട് കോഡ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, എ കോഡ് ദാറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ആസ് എ ലാസ്റ്റ് റിസോർട്ട്, വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഡിഫോൾട്ട് കോഡ് എന്നാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. So the answer is option B, the most common code associated with a main term. അതായത് ഒരു മെയിൻ ടേം കേൾക്കുമ്പോൾ അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡിനെയാണ് ഡിഫോൾട്ട് കോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡയബറ്റിസ് മെല്ലിറ്റസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 1, ടൈപ്പ് 2 ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട് മെയിനായിട്ട്. അതിൽ തന്നെ ടൈപ്പ് 1ന് കോഡുണ്ട്, അതുപോലെ ടൈപ്പ് 2ന് കോഡുണ്ട്. സോ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് കോഡുകളാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് മെല്ലിറ്റസിൻ്റെ ഡിഫോൾട്ട് കോഡ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് കോഡായിരിക്കും. ഓക്കെ, സോ അതിനെയാണ് ഡിഫോൾട്ട് കോഡ് എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് ഒരു ടേമിന് അസോസിയേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡ് ഏതാണോ അതിനെയാണ് ഡിഫോൾട്ട് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ പേഷ്യൻറ്റിനുള്ളത് എന്ന് സ്പെസിഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് 2 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് കോഡായിട്ട് നമ്മൾ ടൈപ്പ് 2 ആണ് എടുക്കുക. ബിക്കോസ് ഒരാൾക്ക് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഒരേ സമയത്ത് വരില്ല. ഓക്കെ, അതിന് പകരം ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയും. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ അസോസിയേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് വരുന്ന ലൈഫിൽ ലേറ്റർ ഓൺ വരുന്നതാണ്. സോ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം വരികയാണെങ്കിൽ നമുക്ക് സ്പെസിഫൈഡ് അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് 2നെയാണ് ഡിഫോൾട്ട് കോഡായിട്ട് കൺസിഡർ ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഈസ് ദി കോമൺ കോഡ് യൂസ്ഡ്, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടും ആളുകളിൽ കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും. Question number 8. Which of the following is true about excludes 2 notes? Option A, the conditions excluded should never be coded together. Option B, the conditions excluded may be coded together when appropriate. Option C, the excluded condition is part of the included condition. Option D, the excluded condition should replace the included code. അതായത് എക്സ്ക്ലൂഡ്സ് 2 നോട്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എക്സ്ക്ലൂഡ്സ് 1, എക്സ്ക്ലൂഡ്സ് 2 അങ്ങനെ 2 നോട്ട്സ് ഉണ്ട്. അതിൽ എക്സ്ക്ലൂഡ്സ് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി എക്സ്ക്ലൂഡ്സ് 2 എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ, ദ കണ്ടീഷൻ എക്സ്ക്ലൂഡഡ് ഷുഡ് നെവർ ബി കോഡഡ് ടുഗെദർ, അതായത് എക്സ്ക്ലൂഡ്സ് 2ൽ കാണുന്ന കണ്ടീഷനും ആ കോഡും നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി, ദ കണ്ടീഷൻസ് എക്സ്ക്ലൂഡഡ് മേ ബി കോഡഡ് ടുഗെദർ വെൻ അപ്രോപ്രിയേറ്റ്. 2 കണ്ടീഷൻസ് ഉണ്ട്, അതിൽ ഒരു കണ്ടീഷൻ എക്സ്ക്ലൂഡഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ, എക്സ്ക്ലൂഡ് നോട്ട് 2ലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സർട്ടൻ അപ്രോപ്രിയേറ്റ് കേസസിൽ നമുക്ക് ഒരുമിച്ച് കോഡ് ചെയ്യാം എന്ന് പറയുന്നു. ഓപ്ഷൻ സി, എക്സ്ക്ലൂഡഡ് കണ്ടീഷൻ ഇസ് പാർട്ട് ഓഫ് ദി ഇൻക്ലൂഡഡ് കണ്ടീഷൻ എന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ ഷുഡ് റീപ്ലേസ് ദി ഇൻക്ലൂഡഡ് കോഡ് എന്നും പറയുന്നു. The answer is option B, the conditions excluded may be coded together when appropriate. നമുക്ക് ഒരു സർട്ടൻ കോഡിൻ്റെ അണ്ടറിൽ എക്സ്ക്ലൂഡ്സ് 2 നോട്ടിൽ വേറൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഈ 2 കണ്ടീഷൻസും ഒരുമിച്ച് വരാം. ചില സിറ്റുവേഷൻസിൽ നമുക്ക് രണ്ടും അപ്രോപ്രിയേറ്റ് ആയിട്ട് സെപ്പറേറ്റ്, അതായത് രണ്ടും തമ്മിൽ റിലേറ്റഡ് അല്ലാതെയും വരാം ഒരാളിൽ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വെൻ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് നമുക്ക് രണ്ടും ഒരുമിച്ച് കോഡ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇവിടെ എക്സ്ക്ലൂഡ്സ് 2 മെയിൻലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സർട്ടൻ സിറ്റുവേഷനിൽ ഇത് തമ്മിൽ എക്സ്ക്ലൂഡഡ് ആണ്, ആ കോഡിൻ്റെ കൂടെ ഈ കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ബട്ട് സർട്ടൻ സിറ്റുവേഷൻ വെൻ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് നമുക്കിത് രണ്ടും ഒരുമിച്ച് വേണമെങ്കിലും കോഡ് ചെയ്യാം.
Question number 9. What does the abbreviation NOS stand for in the ICD 10cm? NOS എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ നോട്ട് ഒഫീഷ്യലി സ്റ്റേറ്റഡ്, ഓപ്ഷൻ ബി നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, ഓപ്ഷൻ സി നോ അതർ സിംറ്റംസ്, ഓപ്ഷൻ ഡി നോൺ ഓർഗാനിക് സിംറ്റംസ്. സോ ദി ആൻസർ ഇസ് option B, not otherwise specified. Question number 10. Which of the following statements about the 7th character in the ICD-10cm is correct? So നമുക്ക് 7th character ആയിട്ട് നമ്മൾ ചില കോഡുകളുടെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് നോക്കുന്നത്. ഓപ്ഷൻ എ, the 7th character is always optional. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് എൻകൗണ്ടർ, അതായത് ഇനീഷ്യൽ എൻകൗണ്ടർ ആണോ സബ്സിക്വൻ്റ് ആണോ എന്നുള്ളതിനെ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് 7th ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓപ്ഷൻ സി, ദ 7th ക്യാരക്ടർ ഇസ് നോട്ട് നീഡഡ് ഇഫ് ദ കോഡ് ഹാസ് ഫ്യൂവർ ദാൻ 6 ക്യാരക്ടേഴ്സ്. 6 ക്യാരക്ടേഴ്സിന് താഴെയാണുള്ളതെങ്കിൽ 7th ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, ദ 7th ക്യാരക്ടർ ഇസ് യൂസ്ഡ് ഓൺലി ഫോർ കോഡ്സ് റിലേറ്റഡ് ടു ഇഞ്ചുറീസ്. ഇഞ്ചുറി കോഡുകൾക്ക് മാത്രമേ 7th ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറയുന്നു. The answer is option B. It is used to specify the type of encounter, example initial, subsequent, etc. So 7th character mainly യൂസ് ചെയ്യുന്നത് ഈ പേഷ്യൻ്റ് ഈ ഒരു കണ്ടീഷൻ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചുറി ആയിട്ട് ഇനീഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണോ അതോ സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണോ അതോ സീക്വല ഓഫ് ദി കണ്ടീഷൻ ആയിട്ടാണോ വന്നിട്ടുള്ളത് എന്നെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റ്സ് ആണ് 7th ക്യാരക്ടർ ആയിട്ട് വരുന്നത്. A, D, S ഒക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഷുഡ് ബി ഡൺ ഇഫ് എ കോഡ് റിക്വയേഴ്സ് എ 7th ക്യാരക്ടർ ബട്ട് ദ കോഡ് ഇസ് ഓൺലി 5 ക്യാരക്ടേഴ്സ് ലോങ്? ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു 5 ക്യാരക്ടർ ലെങ്ത് ഉള്ള ഒരു കോഡ് ഉണ്ടാവും. ആ കോഡിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു സർക്കിളിൽ കാണാൻ പറ്റും 7th എന്ന് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ദാറ്റ് ആ ഒരു കോഡ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ 7 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ചില സിറ്റുവേഷൻസിൽ ഒരു 4 കോഡുകൾ മാത്രമുള്ള അല്ലെങ്കിൽ 4 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കോഡിൻ്റെ സൈഡിൽ 5th എന്ന് കാണാം, 5 ക്യാരക്ടേഴ്സ് ഉള്ളെങ്കിൽ 6th എന്ന് കാണാം. അപ്പോൾ അതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു കോഡ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു 5 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കോഡ്, ആ കോഡിൻ്റെ സൈഡിൽ 7th എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആ കോഡ് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ, add a placeholder X in the 6th position. Option B, omit the 7th character requirement. Option C, use a related code that has a full 7 characters. Option D, replace the 7th character with the O. So ഓപ്ഷൻ എ പറയുന്നത് നമ്മൾ 5 ക്യാരക്ടേഴ്സ് ഉണ്ട്, 6th ക്യാരക്ടർ ആയിട്ട് പ്ലേസ് ഹോൾഡർ ക്യാരക്ടർ X കൊടുക്കുക ആൻഡ് 7th ക്യാരക്ടർ നമ്മൾ ഇനീഷ്യലാണോ സബ്സിക്വൻ്റ് ആണോ എന്ന് നോക്കി അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നത് ഒമിറ്റ് ദ 7th ക്യാരക്ടർ റിക്വയർമെൻറ്റ്, അതായത് 7th എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ നോക്കണ്ട, നമ്മൾ 5 ക്യാരക്ടേഴ്സ് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി, വേറൊരു റിലേറ്റഡ് കോഡ് വിത്ത് 7 ക്യാരക്ടേഴ്സ് കൊടുത്താൽ മതി എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, 7th ക്യാരക്ടറിനെ O വെച്ച് അല്ലെങ്കിൽ 0 വെച്ച് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നു. ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, ആഡ് എ പ്ലേസ് ഹോൾഡർ X ഇൻ ദ 6th പൊസിഷൻ. സോ ഇവിടെ 5 ക്യാരക്ടേഴ്സ് ആണുള്ളത്, 6th വൺ X പ്ലേസ് ചെയ്യുക ആൻഡ് 7th വൺ ആയിട്ട് നമുക്ക് A, D, S അങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഒരു 5 ക്യാരക്ടേഴ്സ് ഉള്ള കോഡിനെ 7 ക്യാരക്ടേഴ്സ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് 4 ക്യാരക്ടേഴ്സ് ഉള്ളൂ, നമുക്ക് 7 ക്യാരക്ടേഴ്സ് ആക്കണമെങ്കിലോ നമ്മൾ 5th ആൻഡ് 6th X എന്നുള്ള പ്ലേസ് ഹോൾഡർ പ്ലേസ് ചെയ്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളെപ്പോഴും ഇതിൽ പറയുന്ന പോലെ ഒമിറ്റ് ദ 7th ക്യാരക്ടർ ഒന്നും നടക്കില്ല. നമ്മളെപ്പോഴും എത്ര ക്യാരക്ടേഴ്സ് റിക്വയർഡ് ആണോ അത്രയും ക്യാരക്ടേഴ്സ് കൊടുത്താൽ മാത്രമേ ആ കോഡ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് അപ്രോപ്രിയേറ്റ് കോഡിങ് പ്രോപ്പറായിട്ട് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. Question number 12. What is the primary use of parenthesis in the ICD-10cm alphabetic index? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ടാബുലാർ ലിസ്റ്റിൽ മാത്രമല്ല ആൽഫബറ്റിക് ഇൻഡെക്സിലും
പങ്ക്ച്വേഷൻ മാർക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിലെ പാരാന്തസിസിൻ്റെ പ്രൈമറി യൂസാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടു ഇൻഡിക്കേറ്റ് ഓപ്ഷണൽ ടേംസ് ദാറ്റ് ഡു നോട്ട് അഫക്റ്റ് കോഡ് അസൈൻമെൻറ്റ്. ഓപ്ഷൻ ബി ടു എൻക്ലോസ് സിനോണിംസ് ഓഫ് ദി മെയിൻ ടേം. Option C to separate different parts of the code. Option D to indicate a required term. So the answer is option A to indicate optional terms that do not affect code assignment. So ഈ പാരാന്തസിസിൽ കാണുന്ന കോഡുകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ടേംസ് എന്നൊക്കെ പറയുന്നത് ഓപ്ഷണൽ ടേംസ് ആണ്. അതായത് ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ദിസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ടേംസ് ഒക്കെയാണ്. സോ അത് നമ്മുടെ കോഡ് സെലക്ഷന് ഒത്തിരി അങ്ങ് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കില്ല. Question number 13. What is the function of the excludes one note in the ICD 10CM? Excludes one note in the function എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Option A, it permits the use of an excluded chord together with the primary chord. Option B, it indicates that the excluded chord is part of the same condition. Option C, it specifies that the excluded condition cannot be reported with the primary chord. Option D, it suggests additional chords that may be required. So the answer is option C. It specifies that the excluded condition cannot be reported with the primary chord. ആ primary chordൻ്റെ കൂടെ ഈ excludes വണ്ണിലുള്ള കണ്ടീഷൻ ഒരുമിച്ച് നമ്മൾ കോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. Next question number 14. Which term in ICD 10CM indicates that an additional chord may be needed but does not provide sequencing direction? സോ ICD 10CMൽ അഡീഷണൽ കോഡ് യൂസ് ചെയ്യണം എന്ന് പറയുന്നു. ബട്ട് അതിൽ ഫസ്റ്റ് ഏത് കോഡ് ചെയ്യണം, സെക്കൻഡ് ഏത് കോഡ് ചെയ്യണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലാത്ത സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? സോ ഓപ്ഷൻ എ use additional chord. Option B, chord also. Option C, chord first. Option D, C also. So the answer is option B, chord also. So chord also എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ കോഡ് കൂടി കോഡ് ചെയ്യണം എന്നാണ്. ബട്ട് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കൂടി കോഡ് ചെയ്യണം. ബട്ട് ഇതിൽ ഏത് ഫസ്റ്റ് കോഡ് ചെയ്യണം, ഏത് സെക്കൻഡ് കോഡ് ചെയ്യണം എന്നുള്ളതൊന്നും സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് ഈ കോഡ് കൂടി അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കൂടി നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Question number 15. When an ICD 10CM code is listed with the instruction in diseases classified elsewhere, what does this signify? സോ ICD 10CMൽ ഇൻ ഡിസീസസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് കാണുകയാണെങ്കിൽ അത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ദ കോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ പ്രൈമറി ഡയഗ്നോസിസ്. ഓപ്ഷൻ ബി, ദ കോഡ് ഇസ് ഓൺലി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ കോഡ്സ്. Option C, the code is a manifestation code and cannot be used as the primary diagnosis. Option D, the code represents a condition that is unrelated to the main diagnosis. So the answer is option C, the code is a manifestation code and cannot be used as the primary diagnosis. So നമുക്കൊരു ഡയഗ്നോസിസ് ഉള്ളപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ കോഡൊന്നും പ്രൈമറി ഡയഗ്നോസിസ് ആയിട്ട് കൊടുക്കാറില്ല. സോ ഡിസീസസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു കണ്ടീഷൻ്റെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻസ് ഒന്നും നമ്മൾ പ്രൈമറി കോഡായിട്ട് കൊടുക്കാറില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഫീവർ അങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. Number 16. What is the correct interpretation of the word with in the ICD 10CM? ICD 10CMലെ with എന്നുള്ള വേർഡ് എന്തിനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഇറ്റ് മീൻസ് ദ കണ്ടീഷൻസ് ആർ അൺറിലേറ്റഡ്. ഓപ്ഷൻ ബി, it indicates that the conditions are associated or due to one another. Option C, it specifies that one condition must be coded before the other. Option D, it is only used for conditions that occur together in a specific sequence. So the answer is option B. It indicates that the conditions are associated or due to one another. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം nausea with vomiting എന്നൊക്കെ കാണുകയാണെങ്കിൽ that means that nausea and vomiting are associated. ഓക്കെ, അല്ലെങ്കിൽ വോമിറ്റിംഗ് വിത്ത് ഹെഡേക്ക് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഈ വിത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബോത്ത് ഓഫ് ദീസ് കണ്ടീഷൻസ് ആർ അസോസിയേറ്റഡ്, അല്ലെങ്കിൽ ഒരെണ്ണം കാരണമായിരിക്കാം മറ്റേത് വന്നിട്ടുണ്ടാവുക. Question number 17. What does the term etiology refers to in the context of ICD 10CM? Etiology എന്ന് പറയുന്നത് ഓപ്ഷൻ എ, the manifestation of a disease.
Option B, the underlying cause of a disease. Option C, the treatment method for a disease. And option D, the symptoms of a disease. The answer is option B, the underlying cause of a disease. So the main reason behind a disease ആണ് etiology എന്ന് പറയുന്നത്. Manifestation എന്ന് പറയുന്നത് the symptoms caused by a certain condition അല്ലെങ്കിൽ ഒരു certain disease കാരണം ഉണ്ടാകുന്ന symptoms ആണ് manifestation. Etiology എന്ന് പറയുന്നത് the main reason behind അല്ലെങ്കിൽ ഒരു underlying cause of a disease ഉണ്ടാവുമല്ലോ, അതിനെയാണ് etiology എന്ന് പറയുന്നത്. Next question number 18. In ICD-10-CM, how should a coder proceed if the documentation does not clearly link two conditions that appear in the alphabetic index with the word with? So, ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ നമുക്ക് ഒരു ഡോക്യുമെൻറ്റേഷനിൽ രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, പക്ഷേ അത് തമ്മിൽ ക്ലിയർലി ഒരു ലിങ്ക് ഉണ്ടെന്നോ അത് ലിങ്ക്ഡ് ആണെന്നോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആണെന്നോ നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ആൽഫബറ്റിക് ഇൻഡെക്സിൽ നോക്കുമ്പോൾ ഈ ടു ടേംസ് വിത്ത് എന്നുള്ളത് വെച്ചത്, അപ്പോൾ നമുക്ക് വിത്ത് എന്താണ്, ഒരു അസോസിയേറ്റഡ് കണ്ടീഷനാണ് അല്ലെങ്കിൽ കോസ്ഡ് ബൈ ദിസ് കണ്ടീഷൻ, കോസ്ഡ് ബൈ ദാറ്റ് കണ്ടീഷൻ, അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് വിത്ത് യൂസ് ചെയ്യുന്നത്. സോ ആൽഫബറ്റിക് ഇൻഡെക്സിൽ വിത്ത് പറഞ്ഞിട്ടുണ്ട്, ബട്ട് നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ ഈ രണ്ട് കണ്ടീഷൻസും റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ആണ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലാത്തപ്പോൾ എങ്ങനെയാണ് ഒരു കോഡർ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, assume the conditions are related and code accordingly. Option B, code the conditions separately. Option C, query the provider for clarification. Option D, use only one code for the most severe condition. And the answer is option C, query the provider for clarification. നമ്മൾ അസംഷൻ വെച്ചിട്ട് ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ ക്ലിയർലി ലിങ്ക്ഡ് ആണ് എന്ന് പറയുന്നില്ല, ബട്ട് ആൽഫബറ്റിക് ഇൻഡെക്സിൽ വിത്ത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അസ്യൂം ദ കണ്ടീഷൻസ് ആർ റിലേറ്റഡ് ആൻഡ് കോഡ് അക്കോർഡിംഗ്ലി എന്ന് പറയുമ്പോൾ നമ്മളത് അസ്യൂം ചെയ്യാണ്, അങ്ങനെ അസ്യൂം ചെയ്യാൻ പാടില്ല. സെക്കൻഡ് വൺ, കോഡ് ദ കണ്ടീഷൻ സെപ്പറേറ്റ്ലി. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും കോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡോക്യുമെൻറ്റേഷനിൽ അത് ക്ലിയർ അല്ല, രണ്ടും റിലേറ്റഡ് അല്ല എന്നൊന്നും ക്ലിയർ അല്ല, റിലേറ്റഡ് ആണ് എന്നും ക്ലിയർ അല്ല, അപ്പോൾ നമുക്ക് അങ്ങനെയും കോഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ തന്നിട്ടുള്ള പ്രൊവൈഡറിനോട് തന്നെ നമ്മൾ ക്വറി ചെയ്യുക, ക്ലാരിഫിക്കേഷൻ വരുത്തുക, എന്നിട്ട് കോഡ് ചെയ്യുക. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് യൂസ് ഓൺലി വൺ കോഡ് ഫോർ ദ മോസ്റ്റ് സിവിയർ കണ്ടീഷൻ. ഏതാണോ സിവിയർ അത് കോഡ് ചെയ്യുക എന്ന് പറയുന്നു. ബട്ട് ലെസ് സിവിയർ ആണ് എന്ന് വിചാരിച്ച ഒരു കണ്ടീഷൻ വെറുതെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്രോപ്രിയേറ്റ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ അസംഷൻ പാടില്ല, അതുപോലെ നമ്മൾ അസ്യൂം ചെയ്തൊരു കാര്യം കോഡ് ചെയ്യാൻ പാടില്ല, ഒരു സിവിയർ ആണ് എന്ന് കരുതി അത് മാത്രം കോഡ് ചെയ്യാനൊന്നും പാടില്ല. പ്രോപ്പറായിട്ട് പ്രൊവൈഡറിൻ്റെ അടുത്ത് ക്ലാരിഫിക്കേഷൻ വരുത്തിയതിന് ശേഷം മാത്രമേ കോഡിംഗ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇത്രയാണ് ICD-10-CM കോഡിംഗ് കൺവെൻഷൻസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. So I think the video is helpful. If you feel the video is helpful, please do like, comment and subscribe. Thank you.